ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചിക്കൻ കറി വെക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ കടായി ചൂടായി കഴിയുമ്പോൾ ഞാൻ സവാള, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. അപ്പോൾ തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് മുളക് പൊടി ഞാൻ ചിക്കൻ കഴുകിയിട്ട് ചിക്കനിലേക്ക് എല്ലാ സാധനവും ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാരണം കൊണ്ട് വളരെ കുറവാണ് ഞാൻ എരിവിടുന്നത്. അപ്പോൾ ഇതിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട്, മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടിയും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാട്ടെ. പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി ഗരം മസാല ചേർക്കാം കേട്ടോ. പ്രത്യേകിച്ച് ചിക്കൻ മസാല ഒന്നും ഞാൻ ഇതിനകത്ത് ചേർക്കണില്ല. കാരണം ഗരം മസാല ചേർക്കുന്നത് കാരണം കൊണ്ട് ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ഞാൻ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതൊക്കെ കൂടി ഇത് നല്ല വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ മതി. തേങ്ങ വറുത്തരച്ച് തേങ്ങ വെക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ സവാള, പച്ചമുളക്, തക്കാളി ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി മുളകും ഇതൊക്കെ ഇതാക്കി വെച്ച് ഇതുണ്ട് കേട്ടോ. എന്ത് ചിക്കനിൻ്റെ അത് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം അധികം ചേർക്കണ്ട. കാര്യം നമ്മൾ തേങ്ങ അരച്ചുകൊണ്ട് അതുവരെ ആ ഇത്രയും ചിക്കൻ വേവാനുണ്ട് കേട്ടോ. അതിന് വേണ്ടിയാണ് അത്രയും വെള്ളം വെച്ചേക്കുന്നത്. അത്രയും വെള്ളം വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവാൻ. ചിക്കൻ അടുപ്പത്തിൽ വെച്ചിട്ട് ചിക്കനെ കഴുകി നല്ല പൊങ്കായൊക്കെ തേച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ ഇങ്ങനെ തന്നെ ചിക്കന് വേവാണ്. ഇത് ഇതാകുമ്പോഴത്തേനും ഞാൻ തേങ്ങ അരച്ചെടുക്കും കേട്ടോ. തേങ്ങ വറുത്ത് വെച്ചേക്കുന്നുണ്ട്. ഇതേ വെള്ളത്തിൽ തന്നെ ചിക്കൻ വെന്ത് വരണം. ഇതിനകത്തേക്ക് എല്ലാം സെറ്റായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. അപ്പോൾ ഇത് നല്ല ഇതായി വരും കേട്ടോ. വെന്ത് വരുമ്പോഴത്തേനും നമുക്കിത് തയ്യാറായി കിട്ടിയാൽ മതി. ഇതിലാണ് ഞാൻ വേവിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചിക്കന് വേവിക്കുന്നത്. ഇന്ന് തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് കാരണം കൊണ്ട് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഞാൻ വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത്. കാര്യം ചിക്കൻ കഴുകി വെച്ചതിലേക്ക് പൊടി ചേർത്തിട്ടുണ്ട്. ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വേവട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പം തന്നെ ചിക്കൻ വെന്ത് കിട്ടും. പിന്നെ ആ സമയം കൊണ്ട് ഞാനൊന്ന് തേങ്ങ അരച്ചെടുക്കാം കേട്ടോ.
ചട്ടിയിലാണ് ഞാൻ കറി വെച്ചേക്കുന്നത്. അതാണ് കത്തിപ്പോകാതിരിക്കാൻ വേണ്ടി തീ കുറച്ച് വെച്ചാണ് ഞാൻ പോയത്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ചിക്കനിലേക്ക് എല്ലാ സാധനങ്ങളും പിടിച്ച് വന്നോളുന്നുണ്ടല്ലേ. തേങ്ങ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ സമയം കുറച്ച് ചിക്കൻ വേകുന്ന സമയം കൊണ്ട് കുറച്ച് പാത്രം കഴുകിയെടുക്കാനുണ്ട്. അത് ഇതിൻ്റെ കൂടെ തന്നെ കഴുകിയെടുക്കണം. ഇത് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചിക്കൻ എല്ലാവരും വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് തേങ്ങ വറുത്തരച്ചത് ഇട്ടത് തേങ്ങ വറുത്തരച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് താഴ്ത്തി വെന്തുന്നത് ചട്ടിയാക്കിയിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണായിരുന്നു. അതെനിക്കറിയാം. കുഞ്ഞിനാടാക്കിയിട്ട് പോയിനാ. ആ
നടന്നു വന്നോ. ഇവിടെ വണ്ടി ചിലപ്പാണ് ഇടുന്ന് പോയത്. ചോറ് ചോറ് എടുക്കുന്നുണ്ട്. കറി ഞാൻ ഇച്ചിരി ചിക്കൻ കറി ചിക്കൻ ഉണ്ട്. ഞാൻ ഇച്ചിരി തേങ്ങ വറുത്തത് നന്നാക്കി വീഡിയോ ഇട്ടിട്ട് കുറച്ചേരത്തേക്ക് മിണ്ടരുത് കേട്ടോ. 2 മിനിറ്റ് എന്നെ വിളിക്കണ്ടേ ഇപ്പോൾ അതൊക്കെ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും തേങ്ങ വറുത്ത് അരച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.